അലക്സ് പിതാവേ, മാർ ജോസഫ് പാമ്പ്ലാനി പിതാവേ, അഭിനന്ദ ശക്കാലക്കൽ പിതാവേ, ആനവറമ്പിൽ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സന്യാസികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗാരോപിതയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൻ്റെ അതോടൊപ്പം തന്നെ 78-ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മംഗളങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ മുഹൂർത്തത്തിൽ വിശുദ്ധ പൗലോസിനോടൊപ്പം ഞാനും പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഒത്തിരി പേരുടെ പ്രാർത്ഥനാ സഹായം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവരിൽ പരേതനായ എൻ്റെ അപ്പച്ചൻ, അമിച്ചി, സഹോദരന്മാരുമുണ്ട്. ഈ അവസരത്തിൽ ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വസ്തതയ്ക്കനുസരിച്ച് കണ്ണൂർ രൂപത അധ്യക്ഷനോടൊപ്പം രൂപതയ്ക്ക് വേണ്ടി ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കാനായിട്ടുള്ള അനുഗ്രഹം സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിനും വത്തിക്കാനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും സുപ്പീരിയേഴ്സിനും ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കണ്ണൂർ രൂപതയുടെ നല്ല ഇടയനായ അലക്സ് പിതാവിൻ ഇരുകൈകളോടും കൂടിയാണ് എന്നെ ഇന്ന് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഭിമന്യരായിട്ടുള്ള പിതാക്കന്മാരെയും എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് ഞാൻ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ വത്തിക്കാൻ കാര്യാലയത്തിൽ ജോലി ചെയ്തപ്പോഴെല്ലാം എല്ലാം ദൈവതിരഹിതം പോലെ നിറവേറട്ടെ എന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ എളിമ നിറഞ്ഞ മനോഭാവത്തോടുകൂടിയായിരുന്നു എൻ്റെ ജീവിതവും പ്രവർത്തനവും. കണ്ണൂർ രൂപതയിലേക്ക് ആദ്യമായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞു കേട്ട് സ്വർഗവും അതുപോലെ തന്നെ സ്വർണമൊക്കെ ഉള്ള ആ മണ്ണിലേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ പ്രാർത്ഥന, എളിയ പ്രാർത്ഥന, ദൈവത്തിൻ്റെ തിരുഹിതം മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെയും പ്രാർത്ഥന. ഈ സായാഹ്നത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാർക്ക്, അവരുടെ നല്ല മനസ്സിന്, ഇവിടുത്തെ സാന്നിധ്യത്തിന്, ആശംസകൾക്ക്, അതുപോലെ തന്നെ ഈ രൂപതയിലുള്ള വൈദികർ, പ്രത്യേകിച്ച് ഇന്ന് എന്നെ സ്വീകരിക്കാൻ വന്ന വികാരി ജനറൽ ക്ലാരൻസ് അച്ഛന്, സന്യസ്തർ, ആത്മായ പ്രതിനിധികൾ, വിശിഷ്ട അതിഥികൾ, മന്ത്രിക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കണ്ണൂർ രൂപതയിലെ ഓരോ കുഞ്ഞുമക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രാർത്ഥനാശംസകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.